ഹായ് ഷിനുവാണ്. നിങ്ങളിത് കണ്ടോ? ഇത് പോറത്തൻ ബ്ലോക്കിന്റെ ഒരു മിനിയേച്ചറാണ്. ഇത്തരത്തിലുള്ള ഒരു മഡ് ബ്ലോക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എത്രത്തോളമായിരിക്കും? നമ്മുടെ നാട്ടിലെ കട്ടക്കളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹുരുഡീസ് ഒക്കെ പോലത്തെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് വളരെ മിനിമം ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത്. 200 വർഷം മുമ്പേ വിയന്നയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ 2009 വന്ന് ഏകദേശം 400 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു മഡ് ബ്ലോക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയൊക്കെ ഉണ്ടാവുമോ ഈ ഒരു മഡ് ബ്ലോക്കിന്റെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കിയാലോ. ഇതാണ് വീനബർഗറിന്റെ ബാംഗ്ലൂർ കുനികലിലുള്ള പോറോത്തം മാനുഫാക്ചറിംഗ് ഫാക്ടറി. ഈ വീനബർഗറിന്റെ നമ്മൾ ഇത്തരത്തിലുള്ള പോറോത്തം ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോഴ്സിംഗ് പോലും വളരെ നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പോറോത്തം ബ്ലോക്കിന്റെ സോഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, R&D, പ്രൊഡക്ഷൻ, ഡെലിവറി ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ടാണ് വീനബർഗർ നമ്മുടെ ഇന്ത്യയിലും ഈ ഫാക്ടറി റൺ ചെയ്യണം. എന്നെ ഞെട്ടിച്ച അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 95% ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാതെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഈ എല്ലാ റോ മെറ്റീരിയൽസും വീനബർഗറിന്റെ ഒരു സീക്രട്ട് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താണ് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നത്. ഫാക്ടറിയിൽ എത്തിയ റോ മെറ്റീരിയൽ ഒരു കൺവെയർ ബെൽറ്റിലൂടെ മിക്സിങ്ങിന് വേണ്ടി ഒരു ചേംബറിലേക്ക് എത്തിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. കൃത്യമായ മോയ്സ്ചർ കണ്ടന്റ് റോ മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ റോ മെറ്റീരിയൽ കൺവെയർ ബെൽറ്റിലൂടെ സ്ക്രീൻ ഫീഡർ എന്ന് പറഞ്ഞ മറ്റൊരു മെഷീനിലേക്ക് എത്തുന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് റോ മെറ്റീരിയലിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. സ്ക്രീൻ ഫീഡറിന് പുറത്ത് വരുന്ന മിക്സ്ചർ മറ്റൊരു കൺവെയർ ബെൽറ്റ് വഴി നമ്മൾ ഈ കാണുന്ന മോൾഡിലേക്ക് എത്തും. ഈ മോൾഡിനകത്ത് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ കാണുന്ന പോറോത്തം ബ്ലോക്കിന്റെ ഷേപ്പിലേക്ക് ഈ ഒരു മിക്സ്ചർ എത്തും. അടുത്തതായി കൃത്യമായിട്ടുള്ള നീളത്തിന് ഇതിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. തീർത്തും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ ഓരോ പ്രോസസ്സും വളരെ പ്രിസിഷനോട് കൂടിയാണ് നടക്കുന്നത്. മോൾഡിൽ നിന്നും കട്ടിംഗ് ലൈനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ലേബലിംഗ് നടക്കുന്നതായിട്ടും നമുക്ക് കാണാം. ഈ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി എൻറ്റയർ ബാച്ച് ഷട്ട് ഡൗൺ ആയി റീസൈക്ലിങ്ങിലേക്ക് പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഇത് എത്രത്തോളം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഈ ഒരു മാനുഫാക്ചറിങ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. കട്ടിങ് കഴിഞ്ഞ ഓരോ ബ്ലോക്കുകളും ഗുണനിലവാരം ഉറപ്പുവരുത്തി റോബോട്ടിക് ഹാൻഡ്സ് ആണ് ഈ ഓരോ ബ്ലോക്കുകളെയും അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. പോറോത്തം ബ്ലോക്ക് മാനുഫാക്ചറിംഗിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സാണ് കിലൻ ബേണിംഗ് എന്ന് പറയുന്നത്. ഈ കിലൻ ബേണിംഗിന് മുമ്പായിട്ട് ഓരോ ബ്ലോക്കിലും മോയ്സ്ചർ കണ്ടന്റ് പൂർണ്ണമായി ഒഴിവാക്കി ഡ്രൈ ആക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഗുണനിലവാരം ഉറപ്പാക്കിയ ഓരോ ബ്ലോക്കുകളും റോബോട്ടിക് ഹാൻഡ്സിന്റെ സഹായത്തോടുകൂടെ ഒരു ട്രേയിൽ അറേഞ്ച് ചെയ്ത് ഒരു ചേംബറിനകത്ത് വെച്ചാണ് ഡ്രൈയിങ് പ്രോസസ്സ് നടക്കുന്നത്. ഡ്രൈയിങ് പ്രോസസ്സിന് ശേഷം ഓരോ ബ്ലോക്കുകളും മോയ്സ്ചർ കണ്ടന്റ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാണ് റോബോട്ടിക് ഹാൻഡ്സ് ഓരോ ബ്ലോക്കുകളെയും അടുത്ത പ്രോസസ്സിലേക്ക് എത്തിക്കുന്നത്. ഈ യൂണിറ്റിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മെഷീനറീസ് വളരെ പ്രിസൈസ്ഡ് ആയിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം.